നമസ്കാരം. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം അല്ലേ? തീർച്ചയായും. ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് ഖുർആനിലെ 2-ാം അധ്യായത്തിലെ, അതായത് സൂറ അൽ ബഖറയിലെ വളരെ പ്രശസ്തമായ 2 ആയത്തുകളാണ്. 256, 257. അതെ, മതത്തിൽ നിർബന്ധമില്ല എന്ന് തുടങ്ങുന്ന ആ ഭാഗം. കൃത്യം. ഇത് തുടങ്ങുന്നത് തന്നെ ആ ഒരു ശക്തമായ പ്രസ്താവനയോടെയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ ചോദ്യം മനസ്സിലേക്ക് വരും. ശരിയും തെറ്റും ഇത്രയ്ക്കും വ്യക്തമാണെങ്കിൽ പിന്നെന്തിനാണ് ആളുകൾ തെറ്റായ വഴി തെരഞ്ഞെടുക്കുന്നത്? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഒരുപക്ഷേ നമ്മുടെ ഈ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. അതെ, കാരണം നമുക്ക് ചുറ്റും നോക്കിയാൽ വിവരങ്ങളുടെ ഒരു പ്രളയം തന്നെയുണ്ട്. എന്നിട്ടും ആളുകൾ ആശയക്കുഴപ്പത്തിലാണ്. അതാണ്. അപ്പോ ഈ 2 സൂക്തങ്ങളും ശരിക്കും ഈ വിഷയത്തിന്റെ കാതലിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ ആദ്യത്തെ വാക്യം, മതത്തിൽ നിർബന്ധമില്ല എന്നത്. പലരും അതൊരു നിയമമായിട്ട് മാത്രമാണ് കാണുന്നത്. ഒരു കൽപ്പന പോലെ അല്ലേ, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് പോലെ. അതെ, പക്ഷെ അതിനപ്പുറം അതൊരു വിശ്വാസത്തിന്റെ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു പ്രസ്താവന കൂടിയാണ്. അതെങ്ങനെയാണ്? അതിന്റെ കാരണം തൊട്ടടുത്ത വരിയിൽ തന്നെയുണ്ട്. സന്മാർഗം ദുർമാർഗത്തിൽ നിന്നും വ്യക്തമായി വേർതിരിഞ്ഞിരിക്കുന്നു. ഓക്കേ. അതിന്റെ ആശയം, ഒരു കാര്യം പകൽ പോലെ വ്യക്തമായാൽ പിന്നെ അതിലേക്ക് ഒരാളെ തള്ളിവിടേണ്ട ആവശ്യമില്ലല്ലോ. ശരിയാണ്. ഉദാഹരണത്തിന്, തീ പൊള്ളുമെന്ന് മനസ്സിലാക്കിയ ഒരാളെ തീയിൽ തുടരുത് എന്ന് പറഞ്ഞ് നിർബന്ധിക്കേണ്ട കാര്യമില്ല. ആ ഒരു ബോധ്യം തന്നെ അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. അതുപോലെ ആത്മീയമായ സത്യമെന്നത് ഒരു ആന്തരിക ബോധ്യത്തിൽ നിന്ന് വരേണ്ടതാണ്, അല്ലാതെ പുറത്തുനിന്നുള്ള സമ്മർദ്ദത്തിൽ നിന്നല്ല. നിൽക്കൂ. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഈ വാക്യം കേവലം ഒരു സാമൂഹിക നിയമം മാത്രമല്ല, വിശ്വാസമെന്ന അനുഭവം എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഒരു നിർവചനം കൂടിയാണെന്നാണോ? അതെ, കൃത്യമായ അതാണ് പോയിന്റ്. അത് വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒന്നാണ്, അല്ലാതെ അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല. എക്സാക്ട്ലി. അതൊരു കൺവിക്ഷനാണ്. ആ കൺവിക്ഷൻ ഉണ്ടാകണമെങ്കിൽ ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാകണം. ആ വ്യക്തതയാണ് ഈ സൂക്തം വാഗ്ദാനം ചെയ്യുന്നത്. അതുകൊണ്ടാണിത് കേവലം ഒരു നിയമത്തിനപ്പുറം ഒരു തത്വമായി മാറുന്നത്. ശരി. അപ്പോൾ ശരിയും തെറ്റും വ്യക്തമാണ്, നിർബന്ധിക്കാൻ പാടില്ല എന്ന് മനസ്സിലായി. പക്ഷേ ആ ശരിയായ വഴി തിരഞ്ഞെടുത്താൽ എന്ത് സംഭവിക്കും? വെറുതെ വിശ്വസിച്ചാൽ മാത്രം മതിയോ? ഇല്ല. കാരണം അടുത്ത ഭാഗത്ത് ഒരു ഉറപ്പുള്ള കയറിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതെ അതെ. ആര് ദുർമൂർത്തികളെ അവിശ്വസിക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അവൻ പിടിച്ചിരിക്കുന്നത് ബലവത്തായ ഒരു കയറിലാണ്. അത് പൊട്ടിപ്പോവുകയില്ല. ഈ കയറ് എന്ന രൂപകം എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ അതെങ്ങനെയാണ് പ്രായോഗികമായി പ്രവർത്തിക്കുന്നത്? വളരെ നല്ലൊരു ചോദ്യമാണത്. ഈ ബലവത്തായ കയറ് അല്ലെങ്കിൽ അൽ ഉർവത്തുൽ ഉത്ക എന്നത് കേവലമൊരു വിശ്വാസമല്ല. ഓക്കെ. അവിടെ 2 കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിക്കുന്നുണ്ട്. 1, തെറ്റായതിനെ തള്ളിക്കളയുക. 2, ശരിയായതിനെ സ്വീകരിക്കുക. ദുർമൂർത്തികളെ അവിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ദൈവമല്ലാത്ത, നമ്മളെ വഴിതെറ്റിക്കുന്ന എല്ലാ ആശയങ്ങളെയും അധികാരങ്ങളെയും തത്വങ്ങളെയും നിരസിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഉദാഹരണത്തിന്, അത് പണമാകാം, പദവിയാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രത്യേക ശാസ്ത്രമാകാം. അതിനുശേഷം ദൈവത്തിൽ വിശ്വസിക്കുക. അപ്പോൾ അതൊരു നെഗറ്റീവ് പോസിറ്റീവ് ആക്ഷന്റെ ഒരുമിക്കലാണ്. അതെ. ഒരു ശൂന്യമായ പാത്രത്തിലേക്ക് വെള്ളമൊഴിക്കുന്നത് പോലെയല്ല. ആദ്യം പാത്രത്തിലുള്ള അഴുക്കുവെള്ളം ഒഴിച്ചു കളയണം, എന്നിട്ടേ നല്ല വെള്ളം നിറച്ചിട്ട് കാര്യമുള്ളൂ. വളരെ ശരിയായ ഉപമയാണത്. ഈ 2 പ്രവൃത്തികളും ചേരുമ്പോഴാണ് ആ പിടുത്തം പൂർണ്ണമാകുന്നത്. അതൊരു കൊടുങ്കാറ്റിൽപ്പെട്ട ഒരു കപ്പലിന്റെ നങ്കൂരം പോലെയാണത്. ജീവിതത്തിലെ പ്രതിസന്ധികളിലും ആശയക്കുഴപ്പങ്ങളിലും ഈ 2 തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾക്ക് ഒരു തരം ആന്തരിക സുരക്ഷിതത്വം ലഭിക്കും. അത് പൊട്ടിപ്പോവുകയില്ല എന്ന വാഗ്ദാനം നൽകുന്ന ഉറപ്പ് അതാണ്. അതെ. നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം ചിലപ്പോൾ തകർന്നേക്കാം, പക്ഷേ നിങ്ങളുടെ ആന്തരികമായ കേന്ദ്രം ഭദ്രമായിരിക്കും. ഈ സുരക്ഷിതത്വം എന്ന ആശയം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായി തോന്നുന്നു. കാരണം ഇന്ന് പലരും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരുതരം അരക്ഷിതാവസ്ഥയാണ്. ശരിയാണ്. എവിടെ പിടിക്കണം, എന്തിൽ വിശ്വസിക്കണം എന്നറിയാത്ത ഒരവസ്ഥ. അതെ. സൂക്തം അവസാനിക്കുന്നത് ദൈവം എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ ആ ആന്തരിക ബോധ്യത്തിന് ഒന്നുകൂടി അടിവരയിടുന്നു. ഓക്കെ. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങൾ നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ എല്ലാം അറിയുന്ന ഒരു ശക്തിയുണ്ട് എന്നാണിത് സൂചിപ്പിക്കുന്നത്. അതായത് പുറമേയുള്ള പ്രകടനങ്ങളെക്കാൾ ആഴത്തിലുള്ള ആത്മാർത്ഥതയ്ക്കാണ് വില. അപ്പോൾ ആദ്യത്തെ സൂക്തം നമുക്കൊരു ഫോർമുല തരുന്നു.
തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. പിന്നെ തെറ്റിനെ തള്ളി ശരിയെ സ്വീകരിക്കുക. അത് പൊട്ടാത്ത കയറിൽ പിടികിട്ടുന്നതിനെ തുല്യമായ ആന്തരിക സുരക്ഷിതത്വം തരും. വളരെ വ്യക്തം. അതെ. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് നടത്താത്തവരുടെ കാര്യമോ? ഇവിടെയാണ് രണ്ടാമത്തെ സൂക്തം വരുന്നത്, അല്ലേ? കൃത്യം. 256 സൂക്തം തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 257 സൂക്തം ആ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിന്റെ അനന്തരഫലങ്ങൾ. അതെ. തിരഞ്ഞെടുപ്പ് ഒരു നിമിഷത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല, അതൊരു പാതയുടെ തുടക്കമാണ്. ഇവിടെ 2 പാതകളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, വിശ്വസിച്ചവരുടെ രക്ഷാധികാരി അല്ലാഹുവാകുന്നു. അവൻ അവരെ ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്നു. ശരി. 2, സത്യനിഷേധികളുടെ രക്ഷാധികാരികൾ ദുർമൂർത്തികളാകുന്നു. അവർ അവരെ പ്രകാശത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ ഇരുട്ടുകൾ, പ്രകാശം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് സ്വർഗവും നരകവും പോലെയുള്ള ഒന്നിനെക്കുറിച്ചാണോ, അതോ അതിലും ആഴത്തിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? അതിലും ആഴത്തിലുള്ള ഒരു ആശയമാണത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. പ്രകാശം, അതായത് നൂർ, ഏകവചനമാണ്, സിംഗുലർ. ആ, ശരിയാണ്. എന്നാൽ ഇരുട്ടുകൾ, ദുലുമാത്സ്, ബഹുവചനമാണ്, പ്ലൂറൽ. ഒരു മിനിറ്റ്. അപ്പോൾ ഇരുട്ടുകൾ എന്ന് ബഹുവചനത്തിൽ പറഞ്ഞതിന് പ്രത്യേക അർത്ഥമുണ്ടെന്നാണോ? ഞാനത് വെറുമൊരു ഭാഷാപരമായ കാര്യമാണെന്നാണ് കരുതിയത്. അല്ലല്ല, അത് ഈ ആശയത്തെ ആകെ മാറ്റിമറിക്കുന്നുണ്ട്. അതെങ്ങനെ? സത്യത്തിന്റെ പാത ഒന്നേ ഉള്ളൂ എന്നാണിത് സൂചിപ്പിക്കുന്നത്. അത് വ്യക്തമാണ്, ലളിതമാണ്, ഒരു നേർരേഖയിലുള്ളതാണ്. അതാണ് ഒരൊറ്റ പ്രകാശം. ഓക്കെ. എന്നാൽ തെറ്റിലേക്കു നയിക്കുന്ന വഴികൾ അനവധിയാണ്. അത് സംശയങ്ങളുടെ രൂപത്തിൽ വരാം, ആഗ്രഹങ്ങളുടെ രൂപത്തിൽ വരാം, തെറ്റായ പ്രത്യയശാസ്ത്രങ്ങളുടെ രൂപത്തിൽ വരാം, വ്യാജവാർത്തകളുടെ രൂപത്തിൽ വരാം. അതെ. ഇന്നത്തെ നമ്മുടെ ലോകത്തേക്ക് നോക്കൂ. നമുക്ക് മുന്നിൽ എത്ര തരം ഇരുട്ടുകളുണ്ട്. സോഷ്യൽ മീഡിയയിലെ വ്യാജപ്രചരണങ്ങൾ, പരസ്പരം പോരടിക്കുന്ന രാഷ്ട്രീയ ആശയങ്ങൾ, കൺസ്യൂമറിസം, ഇവയെല്ലാം ഓരോ തരം ഇരുട്ടുകളാണ്. ശരിയാണ്. ഓരോന്നും നമ്മളെ ഓരോ ദിശയിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് വഴികളുള്ള ഒരു കാട്ടിലകപ്പെട്ടതുപോലെ. അതെ, എങ്ങോട്ട് പോകണം എന്നറിയാത്ത ഒരു തരം ആശയക്കുഴപ്പം. അപ്പോൾ ദൈവം വിശ്വാസികളെ ഈ പലതരം ഇരുട്ടുകളിൽ നിന്ന്, അതായത് ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് ഒരൊറ്റ വ്യക്തതയുടെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നു. മനസ്സിലായി. ഇനി രണ്ടാമത്തെ വിഭാഗത്തെ നോക്കൂ. അവിടെ സംഭവിക്കുന്നത് ഇതിന്റെ നേർവിപരീതമാണ്. അതെ, അവർ അവരെ പ്രകാശത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. അതായത് അവർ ഇരുട്ടിൽ നിന്ന് തുടങ്ങിയവരല്ല. അല്ല, ഒരു പക്ഷേ ഓരോ മനുഷ്യനും ജന്മനാ ലഭിക്കുന്ന നന്മതിന്മകളെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാനപരമായ അറിവുണ്ടല്ലോ, ഒരുതരം ആന്തരിക വെളിച്ചം. ഉണ്ട്, ഒരു കോൺഷ്യൻസ് പോലെ. അതെ, ആ പ്രകാശത്തിൽ നിന്നാണ് അവർ ബോധപൂർവം പലതരം ഇരുട്ടുകളിലേക്ക് പോകുന്നത്. ഇത് ഭയപ്പെടുത്തുന്നൊരു ചിന്തയാണ്. അതായത് ഒരാൾക്ക് ശരി എന്തെന്നറിയാമായിരുന്നിട്ടും അയാൾ തെറ്റിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അതെ. നമ്മൾ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെയാണോ കിടക്കുന്നത്? ശരിയും തെറ്റും വ്യക്തമായിട്ടും ആളുകൾ എങ്ങനെ തെറ്റ് തിരഞ്ഞെടുക്കുന്നുവെന്ന് ചോദ്യം. ഒരു പരിധിവരെ അതെ. ആദ്യത്തെ സൂക്തത്തിൽ പറഞ്ഞ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തെറ്റായി ഉപയോഗിക്കുമ്പോഴാണിത് സംഭവിക്കുന്നത്. മുന്നിൽ വ്യക്തമാക്കപ്പെട്ട സത്യത്തെ നിരാകരിക്കാൻ ഒരാൾ തീരുമാനിക്കുമ്പോൾ. അതെ. അയാൾ ആ ഒരൊറ്റ പ്രകാശത്തിൽ നിന്ന് പുറത്തുകടന്ന് പല വഴികളുള്ള ഇരുണ്ട കാട്ടിലേക്ക് സ്വയം പ്രവേശിക്കുകയാണ്. ആ ഇരുട്ടുകൾക്ക് ആകർഷകമായ പല മുഖങ്ങളുണ്ടാകാം. പക്ഷെ അവസാനം അത് ആശയക്കുഴപ്പത്തിലേക്കും നാശത്തിലേക്കുമാണ് നയിക്കുക. അപ്പോൾ ഈ 2 സൂക്തങ്ങളെയും ഒരുമിച്ച് വയ്ക്കുമ്പോൾ നമുക്കൊരു സമ്പൂർണ്ണ ചിത്രം ലഭിക്കുന്നുണ്ട്. ഇത് തിരഞ്ഞെടുപ്പിൽ തുടങ്ങി ആ തിരഞ്ഞെടുപ്പ് നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് വരച്ചു കാട്ടുന്നു. അതെ, നമുക്ക് ആ ചിത്രം ഒന്ന് അടുക്കിവെച്ച് നോക്കാം. ശരി. ഒന്നാമതായി, അടിസ്ഥാന തത്വം. വിശ്വാസം എന്നത് സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമാണ്. കാരണം ശരിയും തെറ്റും വ്യക്തമാണ്. ഓക്കെ. രണ്ടാമതായി, തിരഞ്ഞെടുപ്പിന്റെ നിമിഷം. ആ വ്യക്തതയുടെ അടിസ്ഥാനത്തിൽ ഒരാൾ ഒരു തീരുമാനമെടുക്കുന്നു. ഒന്നുകിൽ തെറ്റായതിനെ നിരാകരിച്ച് ശരിയായതിനെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ആ ശരിയായതിനെ തള്ളിക്കളയുന്നു. മൂന്നാമതായി, ആ തിരഞ്ഞെടുപ്പ് നമ്മുടെ രക്ഷാധികാരിയെ നിർണയിക്കുന്നു. ഒന്നുകിൽ ദൈവം, അല്ലെങ്കിൽ നമ്മളെ വഴിതെറ്റിക്കുന്ന ദുർമൂർത്തികൾ. നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നോ അത് നമ്മുടെ വഴികാട്ടിയായി മാറുന്നു. അതെ. നാലാമതായി, ആ വഴികാട്ടി നമ്മളെ ഒരു പാതയിലൂടെ നയിക്കുന്നു. ദൈവം പലതരം ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ടുകളിൽ നിന്ന് വ്യക്തതയുടെ ഒരൊറ്റ പ്രകാശത്തിലേക്ക് നയിക്കുന്നു. ദുർമൂർത്തികളാകട്ടെ
ഒരു പക്ഷേ കയ്യിലുണ്ടായിരുന്ന ആന്തരിക വെളിച്ചത്തിൽ നിന്ന് പലതരം ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ടുകളിലേക്കും കൊണ്ടുപോകുന്നു. അഞ്ചാമതായി അന്തിമഫലം. പ്രകാശത്തിന്റെ പാത സുരക്ഷിതത്വത്തിലേക്കും ഇരുട്ടിന്റെ പാത സൂക്തം പറയുന്നതനുസരിച്ച് നരകത്തിലേക്കും നയിക്കുന്നു. അതെ. ഈ ഒരു ഘടന മനസ്സിലാക്കുമ്പോൾ മതത്തിൽ നിർബന്ധമില്ല എന്ന തുടക്കത്തിന് എത്രമാത്രം ആഴമുണ്ടെന്ന് വ്യക്തമാകുന്നു. തീർച്ചയായും. അത് കേവലം ഒരു നിയമം മാത്രമല്ല, മനുഷ്യന്റെ ഇച്ഛാസ്വാതന്ത്ര്യത്തെയും അതിന്റെ ഭീകരമായ പ്രത്യാഘാതങ്ങളെയും കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് കൂടിയാണ്. നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളാണ് നിങ്ങളുടെ വിധിയെ നിർണയിക്കുന്നത് എന്നൊരാശയം. ശരിയാണ്. ഇതൊരു വിധിയുടെ സിദ്ധാന്തമല്ല, തിരഞ്ഞെടുപ്പിന്റെ സിദ്ധാന്തമാണ് മുന്നോട്ട് വെക്കുന്നത്. ഓരോ നിമിഷവും നമ്മൾ നടത്തുന്ന ചെറിയ തിരഞ്ഞെടുപ്പുകൾ പോലും നമ്മളെ പ്രകാശത്തിലേക്കോ ഇരുട്ടിലേക്കോ അടുപ്പിക്കുകയോ അകറ്റുകയോ ചെയ്യുന്നുണ്ട്. സ്വാതന്ത്ര്യത്തോടൊപ്പം വരുന്ന വലിയൊരു ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് ഈ സൂക്തങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതെ. അപ്പോൾ നിങ്ങൾ നൽകിയ ഈ 2 സൂക്തങ്ങളിലൂടെ നമ്മളൊരു വലിയ യാത്രയാണ് നടത്തിയത്. വിശ്വാസത്തിലെ സ്വാതന്ത്ര്യം എന്ന തത്വത്തിൽ തുടങ്ങി പൊട്ടാത്ത കയർ എന്ന സുരക്ഷിതത്വത്തിന്റെ രൂപകം വഴി പ്രകാശത്തിലേക്കും പലതരം ഇരുട്ടുകളിലേക്കുമുള്ള 2 പാതകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. നിങ്ങൾ നൽകിയ ഈ ഉറവിടങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ചിത്രം വരച്ചെടുത്തത്. അതെ. ഇനി നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. തീർച്ചയായും. ഈ സൂക്തങ്ങൾ പറയുന്നു, ശരിയും തെറ്റും വ്യക്തമായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. എന്നാൽ വിവയങ്ങൾ കൊണ്ട് നമ്മളെ വീർപ്പുമുട്ടിക്കുന്ന ഇന്നത്തെ ലോകത്ത് ആ വ്യക്തത എങ്ങനെ കണ്ടെത്താനാവും? അതൊരു വലിയ ചോദ്യമാണ്. പലതരം ഇരുട്ടുകൾ, വ്യാജവാർത്തകൾ, സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ, രാഷ്ട്രീയ പ്രൊപ്പഗൻഡ ഇവയെല്ലാം പ്രകാശമാണെന്ന് സ്വയം അവകാശപ്പെടുമ്പോൾ ആ ഒരൊറ്റ യഥാർത്ഥ പ്രകാശത്തെ ഒരു സാധാരണ വ്യക്തി എങ്ങനെ തിരിച്ചറിയും? നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന പലതരം ഇരുട്ടുകളിൽ നിന്ന് ആ ഒരൊറ്റ പ്രകാശത്തെ നിങ്ങളെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഒരുപക്ഷേ ആ തിരിച്ചറിവിനുള്ള ശ്രമമായിരിക്കാം ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മീയ യാത്ര. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നന്നായിരിക്കും.